രാവിലെ ഞാൻ മലയാളത്തിൽ എഴുതിയായിരുന്നു, ഉച്ചകഴിഞ്ഞ് ഇംഗ്ലീഷിൽ എഴുതി. hypnotic language. ഹിപ്നോട്ടിക് ലാംഗ്വേജ്. ഇപ്പം മലയാളത്തിൽ എന്തായിരുന്നു? രാവിലത്തേതാ? അതാ ഇന്നലെ ഇട്ടതാ. ഇന്നലെ ഇട്ട ഇന്ന് ഒരു 12 മണിയായപ്പം മാറ്റി, ഇംഗ്ലീഷിലാക്കി. മറ്റുള്ളവരെ എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം. ആ, ആദ്യത്തെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആരെങ്കിലും ലോകത്തിലുണ്ടോ ഇപ്പം നിലവിൽ? പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പറ, ഉണ്ടോ? നമ്മള് തന്നെയല്ലേ. ഞാൻ 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 എൻ്റെ നിയന്ത്രണത്തിലാണ്. അതാണ് വലിയ കഷ്ടം. ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വേറെ ആരെ നിയന്ത്രിച്ചില്ലേലും എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മതി. യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. ഇനി എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ലേലും വേറെ ആരെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ലോകത്തില്? ഒരു പട്ടിയെ എങ്കിലും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. പട്ടിക്കുഞ്ഞ പപ്പ് ഉണ്ടോ? പട്ടി ചിലപ്പോൾ അവൻ കുരച്ചോണ്ട് വരും, അവൻ ഇഷ്ടപ്പെടില്ല. എത്ര നിയന്ത്രണമുള്ളതെന്ന് ഒരാളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് നിയന്ത്രണമുള്ള ആരെങ്കിലും ഉണ്ടോ ലോകത്തില്? ചില സമയത്തൊക്കെ ഇങ്ങനെ സ്വാധീനിക്കും, എന്തെങ്കിലുമൊക്കെ പറയണത് സ്വാധീനിക്കപ്പെടും. അങ്ങനെ എങ്ങനെയാ മനസ്സിലാകുന്നത് നിങ്ങളൊക്കെ ആ വ്യക്തി നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? എപ്പോ മനസ്സിലാകും? നമ്മൾ പറഞ്ഞ കാര്യം അയാൾ ചെയ്യുമ്പോൾ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്താൽ യെസ്, പുള്ളിക്കാരൻ എൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ എപ്പോഴാ നിയന്ത്രണത്തിലല്ലാതെ വരുന്നത്? ഇതിപ്പോ ഓക്കെ, നിയന്ത്രണത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യാതെ വന്നിട്ടുണ്ടോ? മിക്ക കാര്യങ്ങളും ചെയ്യൂല, ഞാൻ പറഞ്ഞ മിക്ക പോലെ തന്നെ കാര്യങ്ങളും ചെയ്യണം. ചെയ്യില്ല. അപ്പോൾ അവര് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയാണ് നമ്മൾ ഒരാളെ നിയന്ത്രിക്കുന്നത്? ഈ ആനയെ നിയന്ത്രിക്കുന്നവിടെ ഈ കൊളുത്തിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, പിന്നെ എന്ത് ചെയ്യും? അവരോട് നല്ല രീതിയിൽ കൂടി നിന്നിട്ട് എന്തെങ്കിലും നല്ല രീതി. ഈ നല്ല രീതി എന്ന് ഒന്ന് പറഞ്ഞേ. ഏതെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ പിള്ളേരോ നിയന്ത്രിച്ച ഒരു ഉദാഹരണം പറയാം. അവര് വരുമ്പോ വെയിറ്റ് ചെയ്തിരുന്ന അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. ഇല്ല, പറയുമെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞ ഒരു സെന്റൻസ് പറ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാല് എഴുതിയാണ് പഠിക്കേണ്ടത്, ഫിസിക്സും മാത്സും ഒക്കെ എഴുതി പഠിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല മൂഡിലൊക്കെ ആയി നമ്മുടെ ഒപ്പം ഇരിക്കുമ്പോ പറയാൻ പറ്റും. ഏതാണ്ടൊക്കെ പണ്ട് കേട്ടതിന്റെ ഒരു മെച്ചം ഉണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ടങ്ങ് പറ, ഒരു സെന്റൻസ് പറ. ഷെറി മോഹൻ, ആ പിക്ചർ തലയിച്ചിരി പൊക്കണേ. ഓക്കെ, മകനോടിപ്പം പുറത്ത് പോയിട്ട് 1 കിലോ പച്ചക്കറി മേടിക്കണം എന്ന് പറ. അവനെ കൊണ്ട് മേടിപ്പിക്കണം. എന്ത് ചെയ്യും? എനിക്കിത് വാങ്ങിച്ചു തരുമോ, ആ കൂട്ടത്തിൽ നീയും കേക്കോ ഐസ്ക്രീമോ എന്തെങ്കിലും വാങ്ങിച്ചോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇല്ല, എന്ന് പറയും. ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല, പച്ചക്കറി മേടിക്കാനുള്ള പൈസയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഗിഫ്റ്റ് കൊടുത്തിട്ട് ആളിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയല്ല. ഒരാളിനെ കൈക്കൂലി കൊടുത്തിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. So the communication should be in such a way that he will go and buy the things. ആ തരത്തിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ. അത്രയേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷനെ മാത്രം അനുസരിച്ചായിരിക്കും. വേറെ ഒത്തിരി തിയറികളൊക്കെ നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് അവരുമായിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട്
പ്ലസ് ആയിരിക്കുന്നിടത്തോളം കാലം അവർ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യും. എന്നിരുന്നാലും ആദ്യം അവരുടെ ഉള്ളിൽ ഒരു നോ വരും. ഏതായാലും കഴിഞ്ഞ ദിവസം എനിക്ക് പായസമൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ, മേടിച്ചേക്കാന്നുള്ള ധാരണയിൽ പോകും. ഇത് അങ്ങനെയല്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് പേഴ്സുവേഴ്സീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതെവിടെയാ നമ്മുടെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം എങ്ങോട്ടാണ് ഈ സാധനം ചെല്ലുന്നത്? അവരുടെ ഏത് ഭാഗത്തേക്കാണ് ചെല്ലുന്നത്? നട്ടലിലോട്ടാണ്. അതേ മുഖത്തോട്ടാണ്? അതേ തലയിലോട്ടാണ്? എവിടേക്കായി ചെല്ലുന്നത് നമ്മൾ പറയുന്ന കാര്യം? മനസ്സിലേക്ക്. മനസ്സിലേക്ക്. അപ്പൊ മനസ്സിലേക്ക് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോരെ, മനസ്സിലേക്ക് കിട്ടിയല്ലോ. അപ്പൊ അവൻ പോയി മേടിക്കുമല്ലോ. എന്തുകൊണ്ടാ അവൻ മേടിക്കുന്നില്ല? ഈ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് അറിയാം. ദർ ആർ 2 മൈൻഡ്സ്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആദ്യം കോൺഷ്യസ് മൈൻഡിലേക്കാണ് ചെല്ലുന്നത്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് പറഞ്ഞാലും എതിർക്കും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കല്യാണം വെക്കുമ്പോൾ മധുരം വെക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്നത്. ആ കൾച്ചറാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ ചോറുണ്ണാൻ ഒന്ന് വിളിച്ചാലൊന്നും നിങ്ങളെ ചെല്ലത്തില്ല. വേണ്ടെന്ന് പറയും. വീണ്ടും 2, 3, 4 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ ചെല്ലത്തും. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും നോ പറയാന്നുള്ളത്. അത് അവരുടെ കുഴപ്പമല്ല. ദാറ്റ് മൈൻഡ് ഈസ് ക്രിട്ടിക്കൽ. അപ്പോൾ അങ്ങോട്ട് കിട്ടരുത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അതിനെ ബൈപ്പാസ് ചെയ്യണം. കോൺഷ്യസ് മൈൻഡ് ഹാസ് ടു ബി ബൈപാസ്ഡ്. നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരണം. സബ് കോൺഷ്യസ് മൈൻഡിന് എന്ത് കെട്ടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, പുള്ളി എല്ലാം ചെയ്യും. ഇതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പും വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തോട് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? അങ്ങനെയല്ല സാറേ, അത് ഞാൻ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, യു അക്സെപ്റ്റഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്നാണ്. പക്ഷെ സാധാരണഗതിയിൽ ഓരോരുത്തർ പറയുമ്പം കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുക. എന്തുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് പോയെന്നറിയാവോ? അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പം നീ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ഒരാളുടെ ഒരു കാര്യം പറയുമ്പം ആ വ്യക്തിയോട് പറയാൻ പാടില്ല, ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വരും. ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡും ഞാനും ഒന്നാണ്. സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളെല്ലാവരും സെയിമാണ്, ഒരു വ്യത്യാസമില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കണ്ടെങ്കിൽ വിട്ടച്ചാൽ മതി. അങ്ങനെയാണ്. ഇല്ല, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് കണക്റ്റഡ് വിത്ത് ദ യൂണിവേഴ്സ്. അവിടെ നടക്കുന്നതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടിയേ വരത്തുള്ളൂ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ?
പ്രപഞ്ചത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട സംഗതികളെല്ലാം ഉണ്ട്. യു ഹാവ് ടു ഡിമാൻഡ് ഇറ്റ്. അങ്ങനെ ഡിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിന്റെ അതേ വേവ് ലെങ്തിൽ നിങ്ങൾ എത്തണം. എത്തിക്കഴിയുമ്പം ഇങ്ങനെ ഫ്ലോ ചെയ്യും. എവറിത്തിങ് ഈസ് യുവേഴ്സ്. അതല്ലേ ബൈബിളില് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ബൈബിള് കറക്റ്റാണോ തെറ്റോ ശരിയാണെന്ന് വേണം വിട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. NLP പറഞ്ഞിരിക്കുന്നത് യു ഗോട്ട് ഓൾ ദ റിസോഴ്സ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം റിസോഴ്സ് അല്ല ഇതെല്ലാം നിന്റേതാണ്. എപ്പോഴാണ് നിന്റേതാകുന്നത്? നമ്മള് ഇന്നലെ കാറോ ബൈക്കോ എടുത്തുകൊണ്ട് പോയിട്ട് താക്കോൽ കൊണ്ടുവന്ന് വെച്ചു. വ്യത്യാസം നോക്കുമ്പം കാണുന്നില്ല. എവിടെ പോയി? നിങ്ങൾ വെച്ചത് കോൺഷ്യസ് മൈൻഡിൽ കൂടെയാണ് വെച്ചത്. കോൺഷ്യസ് മൈൻഡ് വാസ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് അതർ തിങ്സ്. അത് കാരണം കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ തിരികെ വെച്ച് നിങ്ങൾ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് എനിക്കറിയത്തില്ല. അവിടെ 100,000 കാര്യങ്ങൾ കിടക്കും. അത് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ചിരുന്നെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡ് അറിഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ പോയി എടുത്താൽ. അതേസമയം നിങ്ങൾ താക്കോല് വെക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു 3 വയസ്സുള്ള കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അവന് അവിടെ കൃത്യമായിട്ട് പറയും ഇന്നടത്താ പപ്പ താക്കോല് വെച്ചെന്ന് പറയും. കാരണം അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ അവന്, വേറെ കോൺഷ്യസ് മൈൻഡ് ഇല്ല. അവനെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കപ്പലേൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാമല്ലോ. കപ്പലിലോട്ട് പാസഞ്ചർ ബസ്സിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇങ്ങനെ റൂംസ് എല്ലാം 100,000 റൂംസ് ഇങ്ങനെ കിടക്കുക, എല്ലാം ലുക്കിംഗ് സെയിം ആണ്. ഞാൻ ആദ്യകാലങ്ങളിൽ കൊച്ചിയിലായിരുന്നു. എനിക്ക് തന്നെ പാസഞ്ചർ ബസ്സിലാണ്, എനിക്ക് തന്നെ എൻ്റെ റൂം തെറ്റിപ്പോകും. റൂം മാറി ഞാൻ വേറെ ആൾക്കാരുടെ റൂമിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്ക് അന്ന് 2.5-3 വയസ്സുള്ളപ്പം ഒരൊറ്റ പ്രാവശ്യം വന്നുള്ളൂ. രണ്ടാമത് വന്ന് 2-3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. കൃത്യം ആ മുറിയിലോട്ട് പോയി, എൻ്റെ മുറി വന്ന് കയറി. അതുപോലെ തന്നെ രാത്രിയിൽ 10:30 ബെഡേ കിടന്ന് ചാടിയിട്ട് താഴെ വീണ് കൈ ഒടിക്കും ആ കുട്ടിയുടെ. അപ്പോൾ ഞങ്ങളൊരു കാറെടുത്ത് എറണാകുളത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ, അന്ന് എനിക്ക് എറണാകുളമൊന്നും വലിയ പരിചയമൊന്നുമില്ല, അന്ന് ഞാൻ നാട്ടിലാണ്. രാത്രി ടാക്സിക്കാരൻ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. സിറ്റി ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ സിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള ബോർഡ് കണ്ടു. അവിടെ കയറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പാസ്റ്ററൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് കപ്പലോട്ട് പോയി. പിറ്റേദിവസം രാവിലെ 5:30 ബസ്, അവരെ ബസ് കയറ്റി വേണം. ഞാനൊരു ടാക്സി പിടിച്ച് MG റോഡ് ഇങ്ങനെ പാസ് ചെയ്യുമ്പം കൃത്യം അവിടെ വന്നപ്പോഴേ അവൾ ചാടി പറഞ്ഞു ഇതേ ഇന്നലെ രാത്രി വന്ന ആശുപത്രി എന്ന് പറഞ്ഞു. എനിക്ക് പിടി കിട്ടിയില്ല. എങ്ങനെ മനസ്സിലായി അവർക്ക്? എവറിത്തിങ് ഗോസ് ടു ദെയർ സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ബി ലൈക്ക് എ ചൈൽഡ് എന്ന് പറയും. അതിന് പേര് നമുക്ക് ബുദ്ധിബോധത്തിന് കുറവൊന്നുമില്ലല്ലോ. നമ്മുടെ പകുതി ബുദ്ധിബോധം അവർക്കും ഇല്ല, പകുതിയല്ല 4 പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ഇതെല്ലാം പിടികിട്ടുന്നു? ബിക്കോസ് ഓൾവേസ് ദെയർ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് അലേർട്ട്. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ല, നമുക്ക് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേൾക്കുന്നതെല്ലാം മറന്നു പോകുന്നത്. അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ടോക്ക് in such a way that whatever you talk to your concerned person, it should go to the subconscious mind. ഞാൻ കുറേ എക്സാമ്പിൾ കാണിക്കാം. അപ്പം കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പലരും NLP ഒത്തിരി പഠിച്ച ആൾക്കാരാണേലും ഇതൊക്കെ കുറേ പഠിച്ച് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. വേണമെങ്കിൽ ഞാനതിപ്പോൾ കാണിച്ചു തരാം.
കുറെ എക്സാമ്പിൾസ് കാണിക്കുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാണാമല്ലോ അല്ലേ? ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആകട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. NLP പെർസ്വേഴ്സീവ് ലാംഗ്വേജ് ഓർ ഹിപ്നോട്ടിക് ലാംഗ്വേജ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരോട് നിങ്ങൾ പറയാ, ഇവിടെ പുക വലിക്കരുത്. എന്ത് തോന്നും? ആദ്യമായിട്ട് തന്നെ അവർ ചോദിക്കും, ഞാനുണ്ടോ അതിന് വലിച്ചോ? ഇനി വന്ന് കയറിയ പാടെ നിങ്ങളുടെ പുക വലിക്കരുതെന്ന് പറയും. ഇതെന്നെ ഇടപാടാ, ആളിനെ കളിയാക്കുന്ന ഇല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇവിടെ ആരും പുക വലിക്കാറില്ല. നമ്മൾ അവരോടൊന്നും പറഞ്ഞില്ല. നമ്മൾ പൊതുവെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും അങ്ങനെ പുക വലിക്കാറില്ല. അതൊന്ന്. രണ്ടാമത്, ഈ സാധനം ഇതിപ്പോ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന സാധനം തിരിച്ചതൊരു കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റിയിട്ട് ചോദിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളോട്. അതെന്നെ ഇടപാടാ ഇങ്ങനെയൊക്കെ പറയുന്ന ആരും ചോദിക്കില്ല. പക്ഷെ ഇവിടെ പുകവലിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഗെറ്റ് ഒഫൻഡഡ്. ഇവിടെ ആരും പുകവലിക്കാറില്ലെന്ന് പറഞ്ഞാൽ അതിപ്പോ അത് അവരുടെ രീതി, അവരങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സോ ഇവിടെ ആരും പുകവലിക്കാറില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എനി പർട്ടിക്കുലർ പേഴ്സൺ. പൊതുവെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആർക്കും ഇതിനകത്ത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ചിലയിടത്തൊക്കെ ചെരുപ്പ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞെന്ന് കൂട്ടിക്കുക. അതിനെ അവർ എഴുതി വച്ചിരിക്കുന്ന അകത്ത് ചെരുപ്പ് ഉപയോഗിക്കാറില്ല, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുറത്തേയും കൂടെ ഉപയോഗിച്ചോളൂ, പക്ഷെ അകത്ത് ഉപയോഗിക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി നമ്മൾ അവരോട് പറയുന്നില്ല. ക്ലാസ്സിൽ എല്ലാവരും വീഡിയോ തുറക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഞാനങ്ങനെ വീഡിയോ തുറക്കാറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ക്ലാസ് കേൾക്കുന്നില്ലെന്നുള്ള തോന്നലുണ്ടാകും. അതേസമയം നമ്മൾ പറയാണ്, ക്ലാസ്സിൽ എല്ലാവരും വീഡിയോ തുറക്കാറുണ്ട്. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞേയില്ല. പൊതുവെ എല്ലാവരും തുറക്കാറുണ്ട്, ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും തന്നെ തുറക്കാറുണ്ട്, എന്നാൽ പിന്നെ ഞാനും കൂടെ അങ്ങ് തുറന്നേക്കാം. ഇതാണ് പേഴ്സ്വേഡ് ചെയ്യാന്ന് പറയുന്നത്, ഇൻഡയറക്ട്ലി. അപ്പം എല്ലാവരും തുറക്കാറുണ്ടോ, എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ തുറക്കാതിരിക്കുന്നത്? തുറന്നേക്കാം എന്നുള്ള ഒരു ലാംഗ്വേജ് ഉള്ളിൽ വരും. എവിടെ നിന്ന് വരും? സ്വന്തം മനസ്സിൽ നിന്ന് വരും. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞെങ്കിലേ ചെയ്യത്തുള്ളൂ. അതാണ് ഇതിനകത്തെ പ്രിൻസിപ്പിൾ. വേറൊരാൾ പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യല. ഞാൻ തന്നെ എന്നോട് പറയണം, ഇത് ചെയ്യെന്ന് പറയണം, അല്ലേ? നിങ്ങൾ രാവിലെ നടക്കാൻ പോവാന്നൊക്കെ തീരുമാനിച്ചു, പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ടില്ല. അവിടെ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് പറയണം, ഇതെന്നെ ഇടപാടാ, ഇന്നലെ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഇന്നെന്തേ വീണ്ടും കിടന്നിറങ്ങുന്നേ, ഏറ്റു പോയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു മൂടില്ല, ഇന്ന് പോകുന്നില്ലെന്ന് പറയും. അതേസമയം ഇന്നലെ ഇങ്ങനെ കേട്ടായിരുന്നു നിങ്ങൾ പോകുന്നുണ്ടെന്ന്, അത്രയേ ഉള്ളൂ. നമ്മൾ അത്രേ പറയുന്നുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ പോകാൻ പറയുന്നില്ല, എഴുന്നേക്കാനും പറയുന്നില്ല. അപ്പോഴേ സ്വയമായിട്ട് പറയും, അതല്ലേലും നേരമാണല്ലോ, ഞാനിങ്ങനെ തീരുമാനിച്ചായിരുന്നല്ലോ, എന്നാ പോയേക്കല്ലേ എന്ന് സ്വയം പറയുമ്പോൾ മാത്രമേ പോക്ക് നടക്കുള്ളൂ. വേറൊരാൾ ഇതല്ലേ നിങ്ങളുടെ പേരൻസിന്റെ വലിയൊരു തകരാറാണ്. കുട്ടികൾ നമ്മൾ പഠിക്കുക എന്ന് പറയും, അപ്പോഴേ അവൻ തീരുമാനിക്കും പഠിക്കേല.
നന്നായി മനസ്സിലാക്കാൻ വീഡിയോ തുറക്കണമെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ തുറക്കണം പറയാം. തുറക്കണം എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്, നിങ്ങൾ തുറക്കണം. വീഡിയോ ഓപ്പൺ ചെയ്താൽ NLP മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത്രേ ഉള്ളൂ. അപ്പം പറയും, ആ അത് ശരി, അപ്പം ഞാൻ NLP കേൾക്കാൻ വേണ്ടി വന്നതാ, അപ്പം വീഡിയോ തുറന്നേക്കാം എന്ന് സ്വയം പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഇതാണ്. രണ്ടാമത്തേത് കേട്ട് കഴിയുമ്പം സ്വയം ഒരു പറച്ചിൽ വരും. ഇത് നിങ്ങൾ എഴുതിയെടുക്കേണ്ട കേട്ടോ, ഞാനിതിൻ്റെ വീഡിയോ അയച്ചു തന്നേക്കാം. വീഡിയോ അയച്ചു തന്നേക്കാം. എഴുതി കഴിഞ്ഞാൽ പറയുന്ന ചിലതൊക്കെ വിട്ടുപോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ പോവുകയല്ല, കോൺഷ്യസ് മൈൻഡിലേ പോകൂ. കാരണം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എൻഗേജ്ഡ് ആയില്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലർക്കും ഉള്ളൊരു രീതിയാണ് ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എല്ലാം കോൺഷ്യസ് മൈൻഡിലാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയും. ഇല്ലേ? പറയണം. കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒന്നും തന്നിട്ടില്ല, സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് തന്നിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, ആവശ്യം വരുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പം ഈ കേൾക്കുന്നതൊക്കെ കോൺഷ്യസ് മൈൻഡിലാണ്. അത് കുറച്ചു നേരം മനസ്സിൽ കിടക്കും. ഇറങ്ങാൻ നേരത്ത് എന്തൊക്കെയാണ് കേട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഇനിയൊക്കെ കേട്ടെന്ന് പറയും. അത്ര തന്നെ, അവിടെ വെച്ച് അത് തീർന്നു. ഇതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം മറന്നിരിക്കണം. മറക്കാനല്ല, നിങ്ങളുടെ ഓർമ്മയിലൊന്നും കയറാൻ പാടില്ല. ഓർമ്മയിൽ കേട്ട് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ പിന്നാലെ വന്നു കഴിയുമ്പം അതിൻ്റെ പുറകെ അതങ്ങ് പോകും. If you want to learn more about NLP, you can join the next batch. ഇത്രയേ ഉള്ളൂ. NLP improves your communication skills. NLP improves your communication skill. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന ഞാൻ പറയുന്നത്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എഗ്രി ചെയ്യണം നിർബന്ധമില്ല. ഓ, ഇത് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? സാർ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പം ഇമ്പ്രൂവ് ചെയ്യണം നിർബന്ധം വല്ലതും ഉണ്ട്? Many participants think that NLP improves their communication skill. നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കുറേ പാർട്ടിസിപ്പൻറ്റിനോട് അവർക്ക് ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ ഇമ്പ്രൂവ് ചെയ്തോ. ദെൻ യു വിൽ ലുക്ക് ഫോർ ദാറ്റ്. ഇല്ലെങ്കിൽ അന്നേരം കയറി ഉടക്കും. കാരണം പൊതുവെ മനുഷ്യരെല്ലാവരും ഉടക്കു പാർട്ടിയാണ്. എവിടെയാ ഉടക്കണ്ടേന്ന് നോക്കി നടക്കാൻ വേണം. ഒരു ഭയങ്കര രസമാണ് ഉടക്കുന്നത്. നമ്മളെ പൊതുവെ സൃഷ്ടിച്ചിരിക്കുന്നത് റിയാക്ട് ചെയ്യാൻ, റെസ്പോണ്ട് ചെയ്യാനല്ല. ഇല്ലേ? ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യല്ലേ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിൽക്കും. നിന്നിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഓടണോ, പടിയെടുക്കണോ, അതേ മാറിപ്പോണോ, അതേ ശൂശു വെക്കണമെന്ന് ആലോചിക്കും. പക്ഷെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ എടുത്തൊരു ചാട്ടമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്, അല്ല ഞാനെന്തിനാ പാമ്പിനെ കണ്ടപ്പോൾ എടുത്തു ചാടി? എനിക്ക് പാമ്പിനെ പേടിയില്ലല്ലോ, അല്ല അതിൻ്റെ വഴിക്ക് പോകട്ടെ. പേടിയില്ലാത്തവരുടെ കാര്യം പറഞ്ഞു. പേടിയുള്ളവരാണെങ്കിൽ അന്നേരം അവിടെ വീണു, തീർന്നു. അപ്പോൾ റിയാക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഏത് കാര്യത്തിലും റിയാക്ട് ചെയ്യാൻ. ഇല്ലേ? നിങ്ങളുടെ തന്നെ അപ്പൻ നാട്ടിലായിരിക്കും, അല്ല ഇവിടെ വേറെ വീട്ടിൽ നിന്ന് വന്ന് വാതക്കൽ വന്ന് മുട്ടി, നിങ്ങൾക്കറിയത്തില്ല ആരാന്ന്. വാല് തുറന്നവിടെ അപ്പനെ കണ്ടപ്പോഴേ ആകെ ഒരു വെപ്രാളമായിരിക്കും. അയ്യോ, അപ്പനെ എങ്ങനെയാ വന്നു ഇവിടെ? അല്ലേ?
അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് മനുഷ്യ പ്രകൃതം. മറ്റു ജീവികൾക്ക് അങ്ങനെ പ്രകൃതം ഉണ്ടോ എന്ന് എനിക്ക് പട്ടിക്കൊക്കെ കണ്ടിട്ടൊന്നുമുണ്ട്, പൂച്ചയ്ക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലാണ് പ്രകൃതി അവരെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഫിയർ ഒക്കെ ഉണ്ടായത്, റിയാക്ഷൻ. At the end of this class, everyone is going to feel exceptionally good. അത് ക്ലാസ് കഴിയുമ്പോൾ യു മൈറ്റ് ഫീൽ. ഇപ്പം നിങ്ങൾക്ക് യു ആർ ഫീലിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ എവിടെയാ ഫീലിംഗ് ഗുഡ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സാറ് ചുമ്മാ പറയാന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻഡ് ഓഫ് ദ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ ഈ ക്ലാസ് തീരുന്നവരെ നോക്കിയിരിക്കും. ഫീലിംഗ് ഗുഡ് നിങ്ങൾ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്തു, അത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഇതാണ് പെർസ്വേഡ് ചെയ്യാന്ന്. അപ്പൊ ഫീലിംഗ് ഗുഡ് ഇല്ലേലും ക്ലാസ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് യു ഫീൽ ഗുഡ്. കുഴപ്പമില്ലായിരുന്നു, ഏതാണ്ടൊക്കെ മനസ്സിലായി, അത്രേ ഉദ്ദേശിച്ചുള്ള ക്ലാസിന്റെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് ഈ അഞ്ച് ദിവസത്തെ ക്ലാസ് അല്ല, ഇവരൊക്കെ 8ഉം 10ഉം പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരാ. ഇത്രയും മെനക്കെട്ട് അവർ പഠിച്ച പോലെ നിങ്ങൾക്കുണ്ട വല്ല ഗുണം കിട്ടും? കിട്ടിയല്ല. ബട്ട് യു മൈറ്റ് ഫീൽ ഗുഡ്. കുഴപ്പമില്ല, ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. ഈ കേട്ടതൊക്കെ NLPയുടെ ഒരു അംശം മാത്രം കേട്ടോ. താങ്ക് യു. ഫീലിംഗ് ഗുഡ് ആണോ? ഏതാണ്ട് ഒരു ഒറ്റമാലമൊക്കെ കിട്ടിയോ? ഇതൊക്കെ നിങ്ങൾക്ക് NLP എന്താണെന്നും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞ NLPയിലെ ഒരു കുഞ്ഞു സാധനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന NLP പഠിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കുക ഇതെല്ലാം എന്തെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന്. ഓർമ്മയും കാണിയല്ല, കാരണം ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലാണ് പോകുന്നത്. ആ സീന മാഡം പറഞ്ഞില്ലേ, ഏതാണ്ടൊക്കെ പുള്ളിക്കാലത്ത് ഒപ്പിച്ചെടുത്തു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിള്ളേരെ കൊണ്ടും കെട്ടിയവനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത്രയും മതി. പക്ഷെ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യം എന്നാന്ന് വെച്ചാൽ യു ഷുഡ് ബി അവെയർ വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞിട്ട് സപ്പോസ് ദാറ്റ് പേഴ്സൺ ഹാസ് ഗോട്ട് ഒഫൻഡഡ്, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് കേട്ട വ്യക്തിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ട ആളിൻ്റെ കുഴപ്പമാണെന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. ദാറ്റ് ഈസ് റോങ്. കമ്മ്യൂണിക്കേഷൻ്റെ 100% ഉത്തരവാദിത്വം പറയുന്ന ആളിന്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് മോനെ പോയി പഠിക്കെന്ന് പറഞ്ഞിട്ട് ആ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പൊ ഇതുപോലെ സബ് കോൺഷ്യസ് ലെവലിൽ പറയണം. വെറുതെ പറഞ്ഞാൽ മതി. പരീക്ഷയുടെ ദിവസം പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടാറുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ മതി. അവനോട് അവളോട് ഒന്നും മിണ്ടണ്ട. എടാ നാളെ പരീക്ഷ പോയി പഠിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സൗകര്യമില്ലെന്ന്. അപ്പൊ നമ്മൾ വെറുതെ പോകുന്ന വഴിക്ക് ചുമ്മാന്ന് പറഞ്ഞേ തലേ ദിവസം പഠിച്ച പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇവനോടൊന്നും നമ്മൾ പറഞ്ഞുമില്ല. അപ്പൊ അവൻ കുറച്ച് കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയ സാധനം കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. ഈ കന്നുകാലികളൊക്കെ അയവറക്കും എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതെല്ലാം കയറി വരും കുറച്ച് കഴിയുമ്പോൾ, ആവശ്യമുള്ള. അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ TV ഒന്നും സിനിമയുടെ പകുതി പോലും ആയിട്ടില്ല, അപ്പോഴേ ഇത് താഴേത് കയറി വന്നു. അല്ല അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞല്ലോ, തലേദിവസം പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ടെന്ന്. അപ്പൊ എനിക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ന് തലേദിവസം ഇന്ന് പഠിക്കണമല്ലോ.
എന്ന് സ്വയം പറയും. അപ്പോഴാണ് പഠിത്തം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യവും ഞാൻ എന്നോട് തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തായിട്ട് പറയാം? ഇന്ന് വരെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. പട്ടാളക്കാരെ തോക്കുകൊണ്ട് വെടിവെക്കണമെന്നുണ്ടെങ്കിലും സ്വയം പറയണം, ഇവനിട്ടൊരെണ്ണം കൊടുത്തേക്കാം, കാഞ്ചി വലിച്ചേക്കാം. കമാൻഡർ ഇവിടെ നിന്ന് പാസ്സാക്കി ഷൂട്ട് എന്ന് പറഞ്ഞാലും ഇവന്റെ കൈ വലിയണമെന്നുണ്ടെങ്കിൽ ഇവനോട് പറയണം. മറ്റൊരു കമാൻഡ് ചെയ്യും. കമാൻഡ് ചെയ്തിട്ട് വലിയ എത്ര പേര് വെടിവെക്കാതിരുന്നിട്ടുണ്ട്. ഫൈനലി യുവർ മൈൻഡ് ഹാസ് ടു സേ ഡു ഇറ്റ് എന്ന് നിന്നോട് നീ തന്നെ പറയണം. കാരണം നിന്റെ കംപ്ലീറ്റ് തീരുമാനം എടുക്കുന്ന നീയാണ്, നിന്റെ മനസ്സാണ്. നീ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യമാണ്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറലൈസ് ആയി പോകും, ഇല്ലേ? നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കേ. ഇവിടെ ഇപ്പോൾ ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്. ഭാര്യമാർ പറഞ്ഞതിൻ്റെ പേര് ഭർത്താവ് ചെയ്യണം നിർബന്ധമുണ്ടോ? ഭർത്താവ് പറഞ്ഞതിൻ്റെ പേര് ഭാര്യ ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. അവസാനം നിങ്ങൾ തന്നെ പറയണം, എന്തെങ്കിലും ആട്ടെ, മുടിയാൻ നേരത്തങ്ങ് ചെയ്തേക്കാം, ഏതായാലും കെട്ടിയവനായി പോയില്ലേ. ഇങ്ങനെയാ ചെയ്യുന്നത്. അല്ലാത്ത ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതിനെന്ന് ആർക്കെങ്കിലും പറയാമോ? സ്വയം പറയാതെ കൊണ്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പറയാം? അറിയത്തില്ലേ? ഭയം കൊണ്ട് ചെയ്തു സാർ. എന്തോ? പേടി കൊണ്ട് ഭയം കൊണ്ട്. അല്ല, ഭയം കൊണ്ടാണേലും അവസാനം സ്വയം ചെയ്യണം, സ്വയം പറയണം. പേടിച്ചിട്ട് അയ്യോ പേടിയാകുന്നു, ഓടിയേക്കാം എന്ന് പറഞ്ഞെങ്കിലേ ഓടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞാലേ റിയാക്ട് ചെയ്യും. റിയാക്ഷൻ അല്ലാതെ കൊണ്ട് സ്വയം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്നതാണോ സാറേ? ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ സമ്മതിക്കാതെ ഭക്ഷണം കഴിക്കുമോ? പിള്ളേരാണെങ്കിലും ഭക്ഷണം കൊടുത്താൽ അവന് തുപ്പിക്കളയും. പിന്നെ നമ്മുടെ കാര്യം പറയണം. നമ്മുടെ കാര്യങ്ങൾ ഏതായാലും വിശക്കുന്നുണ്ട് കഴിച്ചേക്കാന്ന് പറയും. അത്രേ ഉള്ളൂ. ഉറങ്ങുന്നതാണോ? ഉറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. എപ്പോഴൊക്കെ നിങ്ങൾ ഉറങ്ങും? ഈ രണ്ട് കാര്യം നിങ്ങൾ അറിയാത്തതുണ്ട്. ഒന്ന് ഉറങ്ങുന്നു, ഒന്ന് മരിക്കുന്നു. ഉറങ്ങും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആണ്. മരിക്കുന്നത് നിങ്ങൾ അറിയോ? ഞാൻ 2-3 പ്രാവശ്യം മരിച്ചു, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഭാര്യ അറിഞ്ഞു, നാട്ടുകാരും അറിഞ്ഞു. ബോധം കെട്ട് വീണു. പിന്നെ ബോധം തിരിച്ചു വന്നില്ലെങ്കിൽ അത് മരണം, അത്ര തന്നെ. അപ്പൊ കണ്ടു നിന്നവരൊക്കെ വിചാരിച്ചു കാറ്റുപോയി. അപ്പൊ എത്ര സമയത്തേക്ക് ബോധമില്ലായിരുന്നു അത്ര നേരം മരിച്ചു കിടക്കാം. തലകറക്കമല്ല ഞാൻ പറയുന്നത്, ബോധം കിട്ടുമ്പോൾ ആർക്കും കിട്ടുന്നില്ല. ബ്രീതിങ് നമ്മൾ അറിയുന്നില്ലല്ലോ. അതിന്റെ ക്രെഡിറ്റ് ഒന്നും നമ്മൾ എടുക്കണ്ട. അതൊക്കെ വേറെ ആരാണ്ടോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പണ്ടേ നമ്മൾ ചത്തുപോയത്. കാരണം ബ്രീത്ത് ചെയ്യാൻ മറന്നു പോകും. അൺകോൺഷ്യസ് ആയിട്ട് സബ് കോൺഷ്യസ് ലെവലിൽ നിന്നുള്ള കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോ തന്നെ നമ്മള് സബ് കോൺഷ്യസ് ഞാനില്ലാത്ത അവസ്ഥ എത്തണം. എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്? മൈൻഡ്ഫുൾ ഒബ്സർവ് ചെയ്യുമ്പോ എന്തെങ്കിലും ഇങ്ങനെ കൗതുകമായിട്ടുള്ള കാര്യങ്ങളോ ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ. അതല്ല,
അതിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല. ആരും ഒന്നും പറയണ്ട, ആവശ്യമുള്ളവർക്ക് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ എന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളോടൊന്നും ഞാൻ അറിയുന്നില്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അവർ ചോദിക്കും, അയ്യോ ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ. എനിക്കും അറിയത്തില്ല, ഞാനങ്ങ് ചെയ്തു. അല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വേറെ ആളുടെ ആവശ്യം കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന അതാണ് നിന്റെ ഇടത്ത് കൈ കൊണ്ട് ചെയ്യുന്ന വലത്ത് കൈ അറിയരുതെന്ന് പറയുന്നത്. അവിടെയാണ് ഞാനില്ലെന്ന് പറഞ്ഞത്. ഞാനുണ്ടെങ്കിലാ ഞാൻ ചെയ്യുന്ന അറിയുന്നത്. ഞാനില്ല, ഞാൻ നടന്നു പോകുന്നു. കമ്പാഷൻ. ചിലതൊക്കെ കാണുന്നു, അപ്പോൾ നമ്മൾ ചെയ്തോണ്ട് അങ്ങ് പോവുകയാണ്, നമ്മൾ അറിയുന്നില്ല. ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കും. അവിടെ ഞാനില്ല. ഞാനുണ്ടെങ്കിൽ കൊടുക്കല. അതെന്റെ കാശല്ലേ, ഞാനതിനായ കൊടുക്കുന്നു. ഇതാണ് ഞാനില്ലാത്ത ഒരവസ്ഥയിൽ എത്തണമെന്നത്. അതാണ് റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല. ഞാനുണ്ടായ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ സെൽഫ് സെൻറ്റേർഡ്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുത്താലും അവിടെ ഞാനുണ്ട്. കാരണം ചോദിക്കും, ഇഷ്ടപ്പെട്ടോ? നിങ്ങളെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നു? നന്നായിരുന്നോ? ഞാൻ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും അവര് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവിടെ സ്നേഹമില്ല. യു ആർ സെൽഫ് സെൻറ്റേർഡ്. നിങ്ങൾക്ക് ആ അപ്രീസിയേഷന് വേണ്ടി മാത്രമേ നിങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ഈഗോ. എൻ്റെ ഈഗോയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഈ പറഞ്ഞ ദൈവം എന്നൊക്കെ പറയുമല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനില്ല. ഞാനുണ്ടാകുമ്പോഴാണ് ഈ പറയുന്നത്, ദൈവമേ എൻ്റെ മകളെ കെട്ടിക്കണേ, എൻ്റെ മകന് ജോലി കിട്ടണേ. ഞാനുണ്ടവിടെ. എൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ. പക്ഷെ അതേസമയം എന്താ പ്രാർത്ഥന? നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നമുക്കൊരു റിക്വസ്റ്റും ഇല്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല. സറണ്ടർ. സ്നേഹമുള്ളിടത്താണ് സറണ്ടർ ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരം വിളക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്, നോ പ്രോബ്ലം. ഈ പറഞ്ഞതിനെ പറ്റിയോ? ഇതൊന്നും മനസ്സിലാകേണ്ട ആവശ്യമില്ല കേട്ടോ. മനസ്സിലാകാൻ വേണ്ടിയല്ല പറഞ്ഞത്. നമ്മൾ ഒരു സാധനം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പഴയ രീതികളാണ്. മനസ്സിലാക്കാൻ സാറ് പഠിപ്പിച്ച് ഒന്നും മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കാനൊന്നും പഠിപ്പിച്ചില്ലല്ലോ. പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ല. പറയുന്നത് കൊണ്ട്, കേൾക്കുന്നത് കൊണ്ട് ചേഞ്ച് ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ കൂടെയോ കെട്ടിയവൻ്റെ കൂടെയോ ഭാര്യയുടെ കൂടെയോ ജീവിച്ചിട്ട്, ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ലെങ്കിൽ യുവർ ലൈഫ് ഈസ് എ വേസ്റ്റ്. യുവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അടക്കമാണ് പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എന്തിനാ? നമുക്ക് ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അറിവ് കിട്ടാൻ വേണ്ടിയിട്ടില്ല. അറിവ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അറിവിട്ടിടേണ്ട കാര്യമിരിക്കുന്നു. ഇഫ് യു ആർ ദ സെയിം പേഴ്സൺ, 10 കൊല്ലം മുമ്പുള്ള ആളാണ് ഇപ്പോഴും. നിങ്ങൾ കണ്ടിട്ടില്ല പല ആൾക്കാരെ? ഈ മനുഷ്യന് ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തേലും പുസ്തകം വായിച്ചു, എന്തേലും സിനിമ കണ്ടു,
എന്തേലും ചാനൽ കേട്ടു, എന്നിട്ടും ആ മനുഷ്യന് ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ എന്താ വേണ്ടത്? വി നീഡ് ചേഞ്ച്. ഓക്കെ, എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ക്ലാസിൻ്റെ ഗുണമാണെന്ന് കൂട്ടിക്കൊള്ളൂ. അപ്പോൾ ബൈ ദ വേ ഏതായാലും പറഞ്ഞേക്കാം, ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്ന ഇനിയുള്ള കാര്യം പറഞ്ഞേക്കാം. തിങ്കളാഴ്ച ഒരു NLP ക്ലാസ് ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേരാം. നിങ്ങളോട് ചേരാൻ ഞാൻ പറയല്ല, കാരണം അന്നേരം ഡയറക്റ്റായി നോ ഐ വിൽ നോട്ട് ജോയിൻ. അപ്പോൾ പറയും താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല. സാറയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? സാറയാണല്ലോ സാധാരണ എപ്പോഴും എന്തെങ്കിലും ചോദിക്കുന്നത്. ഞാന് ഉം. ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഉം. ചോദിക്കാനൊന്നുമില്ല. സീനായാണോ സാറ് ഉദ്ദേശിച്ചത്? സീനായോ സാറായോ ആരെങ്കിലും? ഞാന് ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരോട് സാറിന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ആണ്. ഇങ്ങനെ കേട്ട് കേട്ട് ഒരുപാട് മാറ്റം വന്ന ആളാണ് ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ മേല. ഇറ്റ് ഗോസ് ടു ദ സബ് കോൺഷ്യസ്. ചേഞ്ച് ഹാസ് കം ഇൻ മൈ ലൈഫ്. ഞാനിപ്പോ ഒരു NLP ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ലൈഫ് കോച്ചിങ് സെഷൻസ് ഒക്കെ എടുക്കുന്ന ആളാണ്. ലോകത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും ചോദിച്ചാല് സാറ് പറയുന്ന ആ ഉത്തരത്തിന് ഒരു അപ്പീലില്ല. ആക്ച്വലി നമ്മളുടെ ഉള്ളിൽ പോകും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല, മനസ്സ് മറുചോദ്യം ചോദിക്കില്ല. അവിടെയാണ് ഹീലിംഗ് വരുന്നത്, അവിടെയാണ് ഹാപ്പി ആകുന്നത്. ഈ ഹാപ്പിനെസ് നമ്മുടെ ഐഡന്റിറ്റിയാണ്. എവിടെ പോയാലും 4 കാലം നിൽക്കാൻ പറ്റും. അവിടെ നമ്മളുടെ ഐഡന്റിറ്റി, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഐഡന്റിറ്റി വീണ്ടും എടുക്കാനായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ ജനറലായി പോവും. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്കില്ല് ഗ്രാജുവലായിട്ട് ഗ്രാസ്പ് ചെയ്യലാണ് NLP. പഠിച്ചു കഴിഞ്ഞോന്ന് ചോദിച്ചാല് the more you know the less you know. അറിയും തോറും അറിയും, എനിക്ക് കുറച്ചേ അറിയുള്ളൂ. the more you know that the less you know. ആൻഡ് സാറിൻ്റെ കൂടെ NLP ബേസിക് സെഷൻ, NLP എന്താണെന്ന് അറിയുന്നത് ഒരു ഭാഗ്യമാണ്. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അവിടെ സിനയുണ്ട്. ഞാനിപ്പോ ആ ഭാഗ്യം ഷെയർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക്. അതാണ് ഞാൻ എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞത്, ബിജുവും ഷെറിയൊക്കെ. താങ്ക് യു. നമ്മളെപ്പോഴാ അൺഹാപ്പി ആകുന്നതെന്നറിയാമോ? ആക്ച്വലി നമ്മളെല്ലാവരും ഹാപ്പിയാണ്. വി ആർ നോട്ട് അവെയർ ദാറ്റ് വി ആർ ഹാപ്പി. അതാണ് പ്രശ്നം. ആൻഡ് വി ആർ നോട്ട് അൺഹാപ്പി. വി ആർ ഹാപ്പി, ബട്ട് വി ആർ നോട്ട് അവെയർ ദാറ്റ് ഐ ആം ഹാപ്പി. അതിനെപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്നു, നല്ല വെളിച്ചമുണ്ട്, ചൂടുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാർമേഘം വരും. അത്രയേ ഉള്ളൂ. കാർമേഘം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോക്കോളൂ. പക്ഷെ കാർമേഘം വന്നപ്പോഴേ പറയും സൂര്യനില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഹാപ്പിയാണ്. എപ്പോഴെങ്കിലും ഒരു ദേഷ്യം തോന്നി, അല്ല ഇച്ചിരി സങ്കടം വന്നു, ഉടനെ നമ്മൾ പറയും അൺഹാപ്പിയാണ്. ഒന്ന് ഊതിയാൽ മതി, അതങ്ങ് പൊക്കോളും. അത് നമ്മൾ ചെയ്യല്ല. സം പീപ്പിൾ ആർ ഹാപ്പി ഓഫ് ബീയിങ് അൺഹാപ്പി. അതാണ് നമ്മുടെ പ്രശ്നം.
സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തോ ഇഷ്ടമുള്ള കാര്യമെന്നറിയാമോ? അയ്യോ എൻ്റെ അപ്പം മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, കൂട്ടുകാരൻ മരിച്ചുപോയി, പത്രത്തിൽ കണ്ട അവരത് സംഭവിച്ചു, ഇത് സംഭവിച്ചു. ഇങ്ങനെ തപ്പി നടക്കാണ്. എവിടെയാ സങ്കടപ്പെടാൻ ഒരു സ്ഥലമുള്ള അല്ലേ? വാസ്തവത്തിൽ സങ്കടപ്പെടാന്ന് പറയുന്നത് വലിയൊരു ക്രൈമാണ് കേട്ടോ. നിങ്ങളെ കൊല്ലുക ചെയ്യുന്നു. കില്ലിങ് യു പേഴ്സൺ. ദേഷ്യം എല്ലാം അങ്ങനെ തന്നെ. ഏതാ മോശമുള്ള സാധനം? എല്ലാം കണക്കാ. അസൂയ. അസൂയ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, നമ്മുടെയൊക്കെ അസൂയ. ആരോടൊക്കെ അസൂയുണ്ടോ അവരെല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കും. ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവരെല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കും. ഇനി എന്തൊക്കെ സങ്കടമുണ്ടോ, ഒരുത്തൻ പോക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമായിട്ടും തോന്നും, ദേഷ്യമായിട്ടും തോന്നും. സങ്കടം വന്നാലും ആ കള്ളൻ നമ്മുടെ തലയിൽ കയറിയിരിക്കും. ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോകാൻ സമ്മതിക്കുകയല്ല. ഈ മരിച്ചയാളിനെ നിങ്ങൾ വിടുകയല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ തന്നെ പറയാറുണ്ട്, അയ്യോ മരിച്ചുപോയ എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ഫോട്ടോ വെച്ചിരിക്കുകയാണ്, പോകാൻ സമ്മതിക്കല. അല്ലേ? ആരെങ്കിലും വിടുവോ? പണ്ടൊക്കെ വീടിനകത്ത് മുഴുവൻ മരിച്ചവരുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ മുഖത്ത് നോക്കിയാൽ തെറി പറയുമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഫോട്ടോ എല്ലാം നിരത്തി വെച്ചിരിക്കുക. ആ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറൊന്നും വേണ്ട. ദാറ്റ് ഈസ് വാട്ട് യു ആർ നൗ. ഇപ്പം നമ്മളൊക്കെ പിടിയിരിക്കുന്നത് അവര് ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ ചില ചേഞ്ചസ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെ വേറെ തരത്തിലായിരിക്കും. നിങ്ങൾ വേറൊരു അപ്പനും അമ്മയ്ക്കോ ഉണ്ടാക്കി ഇതുപോലെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളെ മോൾഡ് ചെയ്യുന്നത് അവരാണ്. മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടെയാ മോൾഡ് ചെയ്യാനിരിക്കുന്നത്? അവരിപ്പോൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, സ്വർഗത്തിലോ നരകത്തിലോ പാതാളത്തിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ മോൾഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഓർമ്മ എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ദ പാസ്റ്റ്. എല്ലാവരും പറയും അവരെ ഓർക്കാന്ന് പറയുക. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. മരിച്ചു തീർന്നു, ഗ്യാസ് ആവറേജ് തീർന്നു. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആൾ കേട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. ഇതെന്നാ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് അതിനെ ഓർക്കണ്ടേ, ബഹുമാനിക്കണ്ടേ, എല്ലാ ദിവസവും തിരികെ കത്തിച്ചു വെക്കണ്ടേ? എൻ്റെ ചോദ്യം ഇതാണ്, എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടി? 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനെ ഓർത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? അത്രയും ടൈം വേസ്റ്റായി. യു ആർ ഗോയിങ് ടു ദ പാസ്റ്റ്. ഈ ദിസ് മൊമെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്. ഈ സമയം പോയി കഴിഞ്ഞാൽ പോയി, തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ ഏത് ഓർത്താലും യു ആർ ഗോയിങ് ടു ദ പാസ്റ്റ് ആൻഡ് ബ്രിങ്ങിങ് ദാറ്റ് പാസ്റ്റ് ടു ദ പ്രസന്റ്. ഈ പ്രസന്റിൽ നിങ്ങളുടെ ആ പഴയ ജീവിതം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് പാസ്റ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പാസ്റ്റ് ജീവിക്കാനുള്ളവരാണോ? ഇപ്പം ജീവിക്കേണ്ടവരല്ലേ? അതൊന്ന് ഓർത്ത് നോക്കി. ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ എന്തു ഗുണം? നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം താഴെ കിടപ്പുണ്ട്, അത് നിങ്ങൾ കാണുകയും അത് എടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുകയല്ലോ. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ മൊമെന്റ് കിട്ടുന്നതല്ലേ. ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റി വല്ലോ ഇപ്പൊ കിട്ടും. ടൈം ആൻഡ് ടൈഡ് വേസ്റ്റ് ഫോർ നൺ. ഓരോ തിരമാല, ഇപ്പൊ തിരമാലയ്ക്ക് ഇപ്പൊ കുറെ മീനിങ് വന്ന് കയറി നോക്കാം. ആ നിമിഷത്തിൽ അതിനെ പെറുക്കിയെടുക്കണ്ടേ? ആ സമയത്ത് നിങ്ങൾ അപ്പനെ വിളിച്ച് വിചാരിച്ചുകൊണ്ട് നിന്നിട്ടാ കാര്യം ചെയ്യുന്നത്? ഒരു കാര്യം.
അതാണ് ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയും. നമ്മളിതൊക്കെ എല്ലായിടത്തും പഠിക്കും, പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് കൊണ്ടുവരികയാണ്. ഈ നിമിഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. നിങ്ങളിപ്പോ ഈ സമയത്ത് വേറെ വല്ല ടി വി കണ്ടുകൊണ്ടിരുന്നെങ്കിൽ എന്ത് ഗുണം കിട്ടി? ഇപ്പൊ ഈ ക്ലാസ്സിന്റെ എന്തെങ്കിലും കിട്ടുമായിരുന്നു? ഒന്നും കിട്ടിയില്ല. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഈ നിമിഷം ജീവിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഹാപ്പിനെസ്. പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്ലഷർ അല്ലെങ്കിൽ പെയിൻ. ഈ രണ്ട് കാര്യമാണ്. പ്ലഷർ കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, പെയിൻ കൊണ്ട് കിട്ടാൻ പോകുന്നില്ല. സന്തോഷത്തിലിരിക്കുന്നത് മാത്രം, അതാണ് നമുക്ക് വേണ്ടത്. പ്ലഷർ കുറെ നേരം പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടയേർഡ്. ഇല്ലേ? സിനിമ കാണുന്ന പ്ലഷറാണ്, ചിക്കൻ ബിരിയാണി തിന്നുന്ന പ്ലഷറാണ്, പായസം കുടിക്കുന്ന പ്ലഷറാണ്. എന്തേലും കുടിക്കാൻ പറ്റും? എത്ര ചിക്കൻ ബിരിയാണി തിന്നാൻ പറ്റും? എത്ര സിനിമ കാണാൻ പറ്റും? എത്ര പാട്ട് കേൾക്കാൻ പറ്റും? എനിത്തിങ് എവരിത്തിങ്. പ്ലഷർ കിട്ടുന്ന ഏതൊരു സാധനം അതാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്ലഷർ നിങ്ങൾ കണ്ടോളൂ, അതിൻ്റെ മറ്റേ സൈഡിൽ പെയിൻ ഉണ്ടായിരിക്കും. ഇറ്റ്സ് എ കോയിൻ, ടു സൈഡ്സ്. ഒരു സൈഡ് പെയിന്, ഒരു സൈഡ് പ്ലഷർ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാ പോകുന്നു. പക്ഷെ ഹാപ്പിനെസ്സിന്റെ സൈഡൊന്നുമില്ല. ഇതാണ് എൻ്റെ ഐഡന്റിറ്റി. അത് മനസ്സിന്റെ ഒരു തലമല്ല. മനസ്സിന്റെ തലത്തിലിരിക്കുന്നതാണ് ഈ പണതല്ല. പേടി, സങ്കടം, അസൂയ, വെറുപ്പല്ല. സോ യു ഹാവ് ടു കം ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അപ്പോൾ NLP പറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല, ഇനി പറയാൻ സമയമില്ല. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ ആ മെസ്സേജ് ഈ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. Thank you, sir.